ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്ന് ന്യൂസിലൻഡിലെ റൊട്രോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗാർഡനിലാണുള്ളത്. ഇവിടുത്തെ ശിശിരകാല മേഘം കാണാൻ വേണ്ടി വന്നേക്കുകയാണ്. ഇവിടെ ശിശിരത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗാർഡനാണ്, നല്ല വർണ്ണശബളമായ ഗാർഡൻ. അത് കാണിച്ചു തരാം അതെങ്ങനെയാണ്. ഈ കാണുന്നതാണ് ഗാർഡൻ. മരങ്ങൾക്കൊക്കെ നല്ല റെഡ് കളറ്, കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട്, എന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. മരങ്ങളൊക്കെ നല്ല മഞ്ഞ ഓറഞ്ച് കളറിലുണ്ട് കാണാൻ. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ ഈ കാണാൻ പോകുന്ന കാഴ്ച. നോക്ക്, അതിമനോഹരം. സൈഡിലെ മരങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടി, നല്ല രസമുണ്ട്, കളർഫുൾ. എൻ്റെ നടുക്കൊരു ചെറിയ തോട് പോലെ വെള്ളം ഒഴുകാനൊരു സെറ്റപ്പൊക്കെ കൊടുത്തേക്കുന്നത്. ഈ കാണുന്ന കളർഫുള്ളായ ഒരു മരങ്ങൾ ഇവിടുത്തെ നേറ്റീവ് മരങ്ങളല്ല, ഇതൊക്കെ പണ്ട് ഇംഗ്ലീഷുകാർ ഇവിടെ കൊണ്ടുപോയി വെച്ച് നട്ട സാധനങ്ങളാണ്. അത് വലുതായതും പിന്നെ അതിന് ശേഷം അത് കാണാൻ കുറച്ച് കളർഫുൾ ആയതുകൊണ്ട് അത് കൂട്ടും മരങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നട്ട് വെച്ചേക്കുന്നത്. ആക്ച്വലി ഈ ന്യൂസിലാൻഡിലെ മരങ്ങളൊക്കെ വെറും പച്ചപ്പുള്ള വെറും പച്ച മരങ്ങൾ മാത്രമാണ്. നല്ലൊരു ഫ്രെയിമുണ്ടോ കിടും. അങ്ങനെ ഞങ്ങളതിൻ്റെ എൻഡ് വരെ പോയിട്ട് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം തന്നെയാണിത്. വളരെ മനോഹരമായിട്ട് കളർഫുള്ളായ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ടൊരു മനോഹരമായൊരു ഉദ്യാനം. ഇതാണ് റൊട്രോവയിലെ ഒരു ഗാർഡൻ. ഈ ഗാർഡനിൽ ഈ സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് ഈ മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ പൂക്കാലം തുടങ്ങും. പൂക്കാലത്തിൻ്റെ സമയത്ത്, അതായത് വസന്തകാലം, സ്പ്രിങ് അല്ലേ, അപ്പോൾ ആ സമയത്ത് ഇവിടെ ഫുള്ള് ചെറി ബ്ലോസം അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടാവും. ഇത് വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരെപ്പോഴും കാണാനൊക്കെ വരുന്നുണ്ട്. ഇന്ന് എന്തുകൊണ്ടോ സ്ട്രേഞ്ച് റീസൺ ഇവിടെ ഒരുപാട് ചൈനക്കാരായി. എന്ത് കാരണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവരുടെ നാട്ടിലെ പോലെ സാദൃശ്യമുള്ളൊരു സ്ഥലം ആയതുകൊണ്ട്, അവിടുത്തെ പോലെ ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ കാണാൻ വേണ്ടി അവരുടെ നൊസ്റ്റാൾജി ആയിവർക്കാൻ വന്നതായിരിക്കാം ഒരു പക്ഷേ. കാരണം ഇവിടെ മൊത്തം അവർ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മനുഷ്യന്മാരും ഇല്ല. പിന്നെ ഒരു മലയാളികളെയും കണ്ടു, വേറെ ആരും ഇവിടെ ഇല്ല, ബാക്കിയെല്ലാം ചൈനക്കാരാണ്. സോ ഇതാണ് ആ സ്ഥലം. വളരെ മനോഹരമായിരിക്കുന്നു. ഇത് ഏകദേശം സ്പ്രിങ് കഴിയാറായി. സ്പ്രിങ് അല്ല, എന്തായാലും ഓട്ടം കഴിയാറായി. ഇത് കഴിഞ്ഞ അടുത്ത മഞ്ഞുകാലം. ഓൾറെഡി തണുപ്പ് തുടങ്ങി. ഇപ്പോൾ 6 ഡിഗ്രി 5 ഡിഗ്രിയൊക്കെയാണ് സെൽഷ്യസാണ് ഇവിടുത്തെ തണുപ്പ്. ഈ കാണുന്നതാണ് സ്ഥലം. ഇതാണ് ഇതിൻ്റെ മനോഹരമായ മരങ്ങളും ചെടികളും അതിലെ കാനൻ്റെ ഭംഗി. ഈ മരം നോക്കി എന്ത് രസമാണ്. ഇതാണ് ആ ഉദ്യാനത്തിലേക്ക് ഇറങ്ങുന്ന വഴി. ഇത് റോഡാണ്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് മഞ്ഞ മരങ്ങൾ പിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം, കിതയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെറുതെ ഓടിക്കയറി നോക്കിയതാണ് ഈ ഒരു ചെരുവ്. ഇതാണ് ആ സ്ഥലം. ഇതാണ് നമ്മളിപ്പോൾ നടന്ന സ്ഥലം. മൊത്തം പലതരത്തിലുള്ള കളർഫുള്ളായ മരങ്ങൾ കാണുന്നത്. നമ്മൾ ടീം ഓടിയിരുന്ന വിശ്രമിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ നടന്നുണ്ട്, ചൈനക്കാർ. ഈ കാണുന്ന മരങ്ങൾ, ആ കാണുന്നൊക്കെ ഈ ഗാർഡൻ്റെ ഭാഗമാണ്. ഈ കാണുന്ന മൊത്തം ആ ഗാർഡൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ കൂടി കാണുന്ന റോഡൊക്കെ ആൾക്കാർക്ക് ഓടാനും ചാടാനൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. കാരണം വണ്ടി ഇവിടം വരെയുള്ളൂ, വണ്ടി ഇവിടെ ബ്ലോക്കാണ്. ഇപ്പുറത്തോടെ കാർ ഓടിച്ച് പോകാൻ പറ്റിയ. ഇതാണ് സ്ഥലം.
വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ തരുന്ന ജസ്റ്റ് ഫോട്ടോഗ്രാഫി. ബൈ ബൈ. ഇതാണ് ഞങ്ങൾ വന്ന പാർക്ക്. ആ പാർക്കിൻ്റെ സ്ഥലങ്ങളാണ് ഇത് കണ്ടോ. ഈ പോകുന്ന വഴിക്കുള്ള മരങ്ങളൊക്കെ നല്ല മഞ്ഞ കളറിൽ നല്ല എന്താ പറയുക അതിമനോഹരം, ഒന്നും പറയാനില്ല. ഈ മരങ്ങളിലൊക്കെ ഈ ഇലകളൊക്കെ ഒരുമാതിരി ബട്ടർഫ്ലൈൻ്റെ ഇല പോലത്തെ കൂടെ ഇലകളാണ്. അതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് യെല്ലോ കളറിൽ എന്ത് രസം പറയും. ഇതൊരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന പോലെയാണ്. കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന പോലെ വളരെ മനോഹരമായിരിക്കും. ഈ വഴിയിലൂടെയൊക്കെ ഇറങ്ങി നടക്കാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിലേക്കൂടെ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവിധ വിദേശികളും, അതായത് നേരത്തെ പറഞ്ഞ ചൈനക്കാരൊക്കെ ഇതിലേക്കൂടെ എല്ലാവരും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ആ സ്ഥലം. ഈ ഗാർഡൻ്റെ പേര് എന്താണെന്ന് അറിയത്തില്ല, നോക്കാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒട്രോവ ട്രീ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു പാർക്കാണ്.